The Constitution of India, Preamble. We, the people of India, having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic and to secure to all its citizens justice, social, economic and political, liberty of thought, expression, belief, faith and worship, equality of status and of opportunity, and to promote among them all fraternity, assuring the dignity of the individual and the unity and integrity of the nation. In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact and give to ourselves this Constitution. സുഗതകുമാരി സ്വാതന്ത്ര്യസമര സേനാനിയും കവിയുമായിരുന്ന ബോധേശ്വരൻ്റെയും സംസ്കൃതം പ്രൊഫസറായിരുന്ന കാർത്യായനി അമ്മയുടെയും മകളായി 1934 ജനുവരി 22 ആറന്മുളയിൽ ജനിച്ചു. കാവ്യകൈരളിയുടെ മുറ്റത്ത് കത്തിനിന്ന നിറദീപം, മലയാളത്തിൻ്റെ ഹരിതഹൃദയത്തിൻ്റെ മിടുപ്പ്, മലയാണ്മയുടെ മഹാസുഹൃതമായ കവി, അമ്മ എന്നിങ്ങനെയെല്ലാം സുഗതകുമാരി അറിയപ്പെടുന്നു. പരിസ്ഥിതിയെപ്പറ്റി ഇത്രയും ആകുലപ്പെട്ട മറ്റൊരു ജീവിതം കാണാൻ പ്രയാസമായിരിക്കും. സഹ്യനേൽക്കുന്ന ഓരോ മുറിവും അവരെ വേദനിപ്പിച്ചു. അതിനായി ഐതിഹാസികമായ സമരങ്ങൾ നടത്തി, പരിഹാസശരമേറ്റു മുറിയാതെ കവിതകൾ എഴുതി, സൈരന്ധ്രീവനത്തെ കാത്തുസൂക്ഷിച്ചു, കൃഷ്ണവനത്തെ പരിപോഷിപ്പിച്ചു, പള്ളിയോടങ്ങൾ ചാഞ്ചാടുന്ന പമ്പാതീരഭൂമിയെ കവരുന്നതിനെ എതിർത്തു. പ്രകൃതിക്കായി അവർ അധികാരികളുമായി നിരന്തരം കലഹിച്ചു. അത് പക്ഷേ നമ്മുടെ ഭാവിക്കു വേണ്ടിയായിരുന്നു, നിലനിൽപ്പിനു വേണ്ടിയായിരുന്നു എന്നത് നമ്മൾ സൗകര്യപൂർവ്വം മറന്നു. മരക്കവി എന്ന പരിഹാസം അമരകവിയെ തളർത്തിയില്ല. ആശയറ്റ സ്ത്രീജന്മങ്ങൾക്കും മനസ്സറ്റുപോയ ജീവിതങ്ങൾക്കും പാവം മാനവഹൃദയങ്ങൾക്കും അവർ അഭയമുദ്രയണിഞ്ഞ ദേവിയായിരുന്നു. തൻ്റെ അവസാന അഭിലാഷങ്ങൾ മാതൃഭൂമിയോട് അവർ പങ്കുവച്ചിട്ടുണ്ട്. തൻ്റെ ഓർമ്മയ്ക്ക് ഒരു ആൽമരമുണ്ടാവണം എന്നു മാത്രമായിരുന്നു ആ ആഗ്രഹം. ചുവന്ന പഴങ്ങളുണ്ടാകുന്ന ആൽമരം. ഒരുപാട് പക്ഷികൾ അതിൽ വരും. തത്തകളൊക്കെ വന്ന് പഴങ്ങൾ തിന്നുന്ന അഭയവൃക്ഷം. അതിൻ്റെ പുറത്ത് ഒന്നും എഴുതി വയ്ക്കരുത്, അവിടെ ചിതാഭസ്മവും കൊണ്ടുവയ്ക്കരുത്. ആ ആൽമരം എവിടെ നടണമെന്നും എഴുതി വച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്തെ പേയാട്. മനസ്സിൻ്റെ താളം തെറ്റിയ നിരാലംബർക്കായി അവർ പടുത്തുയർത്തിയ അഭയയുടെ പിറകുവശത്തെ പാറക്കൂട്ടത്തിനടുത്ത്. താപത്തെ തടയുന്ന, വേരറ്റു വീഴാത്ത മഹാവൃക്ഷമായി അത് വളർന്നു പടർന്ന് തണൽ തരട്ടെ. ഇതായിരുന്നു അവരുടെ അവസാനത്തെ അഭിലാഷം. മാതൃഭൂമി ന്യൂസ് എഡിറ്റർ മലയൻകീഴ് ഗോപാലകൃഷ്ണൻ അവസാനമായി സുഗതകുമാരിയെ കണ്ടപ്പോൾ അവർ പറഞ്ഞതിങ്ങനെ: ചേച്ചിയും സുജാതയും പോയി, ഇനി ഞാൻ മാത്രം എന്തിനു കിടക്കണം? ജീവിതത്തിൽ ഞാൻ എന്തിനു വേണ്ടി പോരാടിയോ ആ അധർമ്മശക്തികളെല്ലാം വീണ്ടും പുനർജീവിക്കുന്നു. മലകളും പുഴകളും നശിക്കുന്നു. സഹ്യാദ്രിയിൽ പോലും പാറകൾ പൊട്ടിക്കലും മരം മുറിക്കലും തകൃതിയായി നടക്കുന്നു. മദ്യവും മയക്കുമരുന്നും നാടിനെ മുടിക്കുന്നു. സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയുള്ള അക്രമങ്ങളും കൊലപാതകങ്ങളും കൂടിക്കൊണ്ടിരിക്കുന്നു. ഇനി ഇതിനെതിരെ പോരാടുവാൻ എനിക്ക് ശക്തിയില്ല. എത്രയും വേഗം ലോകത്തു നിന്നും പോകണം. എനിക്കിനി അധിക കാലമില്ല. എൻ്റെ മരണം അടുത്തിരിക്കുന്നു. എൻ്റെ ശവശരീരത്തിൽ ഒരു പൂവും ഇടാൻ പാടില്ല. സർക്കാരിൻ്റെ ഔദ്യോഗിക ബഹുമതികളൊന്നും എനിക്ക് വേണ്ട. ശരീരം തന്നെ മെഡിക്കൽ കോളേജിന് കൊടുക്കണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ ബന്ധുക്കൾ അതിനെതിരാണ്. അതിനാൽ ഇത്രയും വേഗം ശരീരം ശാന്തി കവാടത്തിൽ ദഹിപ്പിക്കണം. Hi students, welcome back to zoology class. Hope all are fine and safe at home. In the last class we have studied about the process of transcription and the difference between prokaryotic, eukaryotic transcription and components of a typical transcriptional unit, etc. Isn't it? Today we are going to continue the same topic. That means today we are going to continue the remaining part of the same topic. The information which is necessary for the synthesis of protein is lying in the DNA, and this information is transcribed in the form of mRNA, and this mRNA will carry this information to the site of protein synthesis.
Actually, this information which is lying in the DNA as well as mRNA is in the form of specific sequence of nitrogen bases. We can call this specific sequence of nitrogen bases as genetic code. So what is genetic code? Genetic code is a sequence of nitrogen bases which can be seen in DNA and mRNA. DNAയിലും mRNAയിലുമായിട്ട് കാണപ്പെടുന്ന നൈട്രോജൻ ബേസിൻ്റെ ഒരു പെർട്ടിക്കുലർ സീക്വൻസിനെയാണ് നമ്മൾ ജനറ്റിക് കോഡ് എന്ന് പറയുന്നത്. It was George Gamow who suggested that the genetic code is a triplet of 3 nitrogen bases. Each genetic code is a triplet of 3 nitrogen bases. After George Gamow, other scientists named Marshall Nirenberg, Severo Ochoa, and Hargobind Khorana, and in addition to that Francis Crick have made significant contribution to decipher the genetic code. These scientists had a major role in deciphering the genetic code. Okay. Later in 1961, Marshall Nirenberg and his co-worker experimentally proved that each genetic code is a unit of 3 nitrogen bases which can code for a single amino acid. That means a codon consists of a single unit of 3 nitrogen bases, and this particular codon can code for a particular amino acid. Okay, that means it can predict a particular. That means it can determine a particular amino acid. Totally 64 codons are there. Among that 64 codons, 61 code for amino acid, and the other 3 codons are stop codons. They don't have any role. Okay, any role means there is no specific tRNA for these codons, or there is no specific amino acid for these codons. Now let us study the features of genetic code. First one is a genetic code is always a triplet code. That means a genetic code can be seen as a unit of 3 nitrogen bases. Okay, here AUG is a genetic code which code for the amino acid methionine. Okay, അതായത് amino acid methionine കോഡ് ചെയ്യുന്ന genetic code ആണ് ഇത് AUG എന്ന് പറയുന്നത്. Means genetic code can be seen as a single unit of 3 nitrogen bases. That means in DNA we can see the genetic information in the form of single units of 3 nitrogen bases. This is a single unit, this is another unit. Like that we can see a single unit of 3 nitrogen bases in each genetic material. Since it can be seen as a single unit of 3 nitrogen bases, we can say that the genetic code is a triplet code. ഇവിടെ 3 നൈട്രോജൻ ബേസ് കമ്പൈൻ ചെയ്ത് കാണുന്നത് കൊണ്ട് തന്നെ നമ്മൾ ജനറ്റിക് കോഡിനെ എന്തെന്ന് പറയാം, ട്രിപ്ലറ്റ് കോഡാണെന്ന് പറയാം. അതെ, another important feature of genetic code is the ambiguity. Actually the genetic code is unambiguous and specific also. Unambiguous means here a single codon can code for a particular amino acid. For example, AUG is a codon that can code for a single amino acid methionine only. Okay, instead of methionine it is not capable of coding any other amino acid in it. അതായത് ഈ AUG എന്ന് പറയുന്നത് മെത്തിയോണിൻ അല്ലാതെ മറ്റ് അമിനോ ആസിഡ്സിനെ ഒരിക്കലും കോഡ് ചെയ്യില്ല. അതുകൊണ്ടാണ് ഇവിടെ ഹൈലി സ്പെസിഫിക് ആണെന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഈച്ച് അമിനോ ആസിഡ് ഈസ് കോഡഡ് ബൈ എ പെർട്ടിക്കുലർ കോഡോൺ. ഓക്കെ, കുറച്ചുകൂടി പോയിന്റ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോഡോണിന് ഒരു അമിനോ ആസിഡെ മാത്രമേ കോഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, degeneracy is the another important feature of the genetic code. What is meant by degeneracy? Yes, in degeneracy it is a particular condition in which a single amino acid is coded by more than one codon. Okay, that means here you can see UUU and UUC are the 2 codon. These 2 codon is capable of producing phenylalanine. Okay, phenylalanine, amino acid phenylalanine. Okay, next important feature of the genetic code is it is comaless. Means when we consider the arrangement of nitrogen bases in a DNA, in which we can see the nitrogen bases are arranged continuously. That means these triplet codons are arranged continuously without any space. Here you can see it is arranged continuously. ഇവിടെ ഞാൻ കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ടുണ്ട്, പക്ഷേ ഇങ്ങനെയല്ല, കണ്ടിന്യൂസ് ആയിട്ട് ട്രിപ്ലറ്റ് കോഡോൺ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പ്രത്യേക കണ്ടീഷൻ കോമാലസ് എന്ന വേർഡ് കൊണ്ട് മെൻഷൻ ചെയ്യാനായിട്ട് പറ്റും. Now let's study the another important peculiarity of the genetic code. It is non-overlapping. What is meant by non-overlapping? That means here the nitrogen bases are arranged in the form of triplet codon. Here the part of one triplet codon will not become the part of the next one. That means this will stand independently. ഈ ജനറ്റിക് കോഡൊക്കെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. വൺ പാർട്ട് ഓഫ് ദ ഫസ്റ്റ് ട്രിപ്ലറ്റ് വിൽ നോട്ട് ബിക്കം ദ പാർട്ട് ഓഫ് ദ സെക്കൻഡ് ട്രിപ്ലറ്റ്, ആൻഡ് ദ സെക്കൻഡ് ട്രിപ്ലറ്റിൻ്റെ ഭാഗം തേർഡ് ട്രിപ്ലറ്റിൻ്റെ ഭാഗമാവുകയോ ഒന്നുമില്ല. മനസ്സിലാവും? വി കാൺ സീ എനി ഓവർലാപ്പിംഗ് ബിറ്റ്വീൻ ദ കോഡോൺസിനിടയിൽ നമുക്ക് ഒരിക്കലും ഓവർലാപ്പിംഗ് കാണാനായിട്ട് പറ്റില്ല. അതായത് സെക്കൻഡിൻ്റെ ബാക്കിയായിട്ട് സെക്കൻഡിൻ്റെ കുറച്ച് ഭാഗം തേർഡിൽ കാണാൻ പറ്റില്ല, അല്ലെങ്കിൽ തേർഡിൻ്റെ കുറച്ച് ഭാഗം ഫോർത്തിൽ, അങ്ങനെ ഒരു അറേഞ്ച്മെൻറ്റ് നമുക്ക് ഒരിക്കലും കാണാനായിട്ട് പറ്റില്ല. എവിടെയും ഓവർലാപ്പിംഗ് വരുന്നില്ല എന്നുള്ളതാണ് ആരുടെ പ്രത്യേകത?
പ്രത്യേകത, ജനറ്റിക് കോഡിൻ്റെ പ്രത്യേകത. ആൻഡ് ദിസ് കോഡോൺ വിൽ ബി യൂണിവേഴ്സൽ ഫോർ ഓൾ ഓർഗാനിസം. ദാറ്റ് മീൻസ് ഫ്രം ബാക്ടീരിയ ടു ഹ്യൂമൻ AUG കോഡ് ഫോർ മെത്തിയോണിൻ. AUG എന്ന് പറയുന്ന അമിനോ ആസിഡ് AUG എന്ന് പറയുന്ന കോഡോൺ എപ്പോഴും മെത്തിയോണിനെയാണ് കോഡ് ചെയ്യുന്നത്. അതിപ്പോൾ ബാക്ടീരിയ മുതൽ ഹയർ ഓർഗാനിസം വരെയും ഈ ഒരു പെർട്ടിക്കുലർ കോഡോൺ ഈസ് കേപ്പബിൾ ഓഫ് പ്രൊഡ്യൂസിങ് ദാറ്റ് പെർട്ടിക്കുലർ അമിനോ ആസിഡ് ഓൺലി. സ്പെസിഫിസിറ്റി അല്ലെങ്കിൽ ദിസ് യൂണിഫോമിറ്റി വി കാൺ സീ ഇൻ സം ഓഫ് ദ പ്രോട്ടോസോവൻസ്. പ്രോട്ടോസോവൻസിൽ നമുക്കൊരു യൂണിഫോമിറ്റി, ഈ ജനറ്റിക് കോഡിൻ്റെ കാര്യത്തിലൊരു യൂണിഫോമിറ്റി ചിലപ്പോഴൊക്കെ കാണാൻ പറ്റാതെ വരും. ജനറ്റിക് കോഡ് ഹാസ് എ കോമൺ ഇനിഷ്യേറ്റർ കോഡോൺ. ദാറ്റ് മീൻസ് എവറി പോളിപെപ്റ്റൈഡ് ചെയിൻ വിൽ സ്റ്റാർട്ട് വിത്ത് എ പെർട്ടിക്കുലർ ഇനിഷ്യേറ്റർ കോഡോൺ. ദാറ്റ് മീൻസ് AUG ക്യാൻ ബി കൺസിഡേർഡ് ആസ് ദ ഇനിഷ്യേറ്റർ കോഡോൺ ഇൻ മെജോറിറ്റി ഓഫ് ദ പോളിപെപ്റ്റൈഡ്. ഒന്നിലധികം കുറേ പോളിപെപ്റ്റൈഡ്, നമ്മൾ കുറേ പോളിപെപ്റ്റൈഡ് എടുക്കുമ്പോൾ അതിലെല്ലാം എങ്ങനെയാണ് AUG ആയിരിക്കും ഇനിഷ്യേറ്റർ കോഡോണായിട്ട് വരുന്നത്. Hope you have understood. And next one is terminator codon. We can see a common codon at the end of every mRNA chain. എല്ലാ mRNA ചെയിൻ്റെയും അവസാനം എന്ന് പറയുന്നത് ഒരു കോമൺ ടെർമിനേറ്റർ കോഡോൺ ഉണ്ടാവും. ഓക്കെ, ടെർമിനേറ്റർ കോഡോൺ ഏതൊക്കെയാണെന്ന് അറിയാമോ? UAA or UGA, അതർവൈസ് UAG. ഓക്കെ, ഇതിൽ 3 അതായത് ഈ 3 ജനറ്റിക് കോഡിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ടെർമിനേറ്റർ കോഡാനായിട്ട് എല്ലാ mRNAയുടെയും എൻഡിൽ വരുന്നത്. അതുപോലെ തന്നെ സ്റ്റാർട്ടിങ്ങിൽ ഏതായിരിക്കും വരിക? AUG ആയിരിക്കും. ഏതെടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും, ഏത് പോളിപെപ്റ്റൈഡ് ചെയിൻ എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏത് mRNA എടുത്തു കഴിഞ്ഞാലും സ്റ്റാർട്ടിംഗ് കോഡോൺ എന്ന് പറയുമ്പോൾ ഏതായിരിക്കും? AUG ആയിരിക്കും. ഓക്കെ, let's study the structure of tRNA. tRNA is otherwise known as transfer RNA. Why? Because it can transfer amino acid from the amino acid pool to the site of protein synthesis. That means it can transfer amino acid from the cytoplasm to the ribosome for protein synthesis. As an adaptation to carry this amino acid from the site of production to the site of protein synthesis, this tRNA has certain features. That means its structure has certain features to carry this amino acid. When we consider the structure of a tRNA, we can see 2 end in its structure. That means one end of the tRNA can be called as the anticodon end of the tRNA, or we can call this end as the anticodon loop of the tRNA, and this end can be considered as the amino acid acceptor end of the tRNA. Okay, so what is that? When we consider the structure of the amino acid, we can see two specific important region in the structure of the tRNA. One is the anticodon loop of the tRNA and the other is the amino acid acceptor end of the tRNA. This is the anticodon loop, and this loop is capable of binding to the mRNA. That means this loop is capable of binding to the corresponding coding sequence of the mRNA. ഇവിടെ കാണുന്നത് ആൻറ്റികോഡോൺ സീക്വൻസ് ആണ്. ഈ ആൻറ്റികോഡോൺ സീക്വൻസ് mRNAയിലെ കോഡിംഗ് സീക്വൻസുമായിട്ടായിരിക്കും ബൈൻഡ് ചെയ്യുന്നത്. When we consider the two-dimensional structure of this tRNA molecule, we can compare it with the clover leaflet. അതായത് നമുക്ക് ഈ tRNAയുടെ 2-dimensional സ്ട്രക്ചർ എടുക്കുകയാണെങ്കിൽ അതിനെ നമുക്കൊരു ക്ലോവർ ലീഫ്ലെറ്റ് സ്ട്രക്ചറുമായിട്ട് കമ്പയർ ചെയ്യാം. ക്ലോവർ ലീഫ്ലെറ്റിൻ്റെ അതേ സ്ട്രക്ചർ തന്നെയായിരിക്കും നമുക്കിവിടെ ടു ഡയമെൻഷനലായിട്ട് tRNA കാണാൻ പറ്റുക. ഓക്കെ, അതേ സ്ട്രക്ചറിലായിരിക്കും 2 dimensional tRNA കാണാൻ പറ്റുക. But when we consider the 3-dimensional structure of tRNA, we can see this tRNA as an inverted L-shaped compact molecule. ഓക്കെ, അതായത് ഇൻവേർട്ടഡ് എൽ ഷേപ്പിലുള്ള ഒരു കോമ്പാക്ട് മോളിക്യൂൾ ആയിട്ടായിരിക്കും 3 dimensional നമുക്ക് tRNA കാണാൻ പറ്റുക. Hope you have understood. And another important peculiarity of this tRNA is highly specific. That means we can see specificity in the case of amino acid. ഈ tRNAയിലുള്ള ആൻറ്റികോഡോൺ സീക്വൻസ് ഏതാണോ ഈ ആൻറ്റികോഡോൺ സീക്വൻസിനനുസരിച്ചിട്ടുള്ള അമിനോ ആസിഡുമായിട്ടായിരിക്കും ആര് ബൈൻഡ് ചെയ്യുന്നത്? ഈ tRNA ബൈൻഡ് ചെയ്യുന്നത്. അതാണ് ഞാൻ പറഞ്ഞത് tRNA is highly specific ആണെന്നുള്ളത്. ഓക്കെ, and in addition to that there will be separate tRNA for the starting codon as well as terminating codon. Okay, അതായത് ഇനിഷ്യേറ്റർ കോഡോണിന് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് tRNA ഉണ്ടാവും, അതുപോലെ തന്നെ ടെർമിനേറ്റർ കോഡോണിന് വേണ്ടിയിട്ടും ഒരു സെപ്പറേറ്റ് tRNA നമുക്ക് കാണാനായിട്ട് പറ്റും. ട്രാൻസ്ലേഷൻ ഈസ് ദ ലാസ്റ്റ് സ്റ്റേജ് ഇൻ ദ സെൻട്രൽ ഡോഗ്മ ഓഫ് മോളിക്കുലാർ ബയോളജി. നമ്മൾ ആദ്യമേ പറഞ്ഞു സെൻട്രൽ ഡോഗ്മ എന്താണെന്നുള്ളത് അല്ലേ? ഇൻഫർമേഷൻ DNA-യിൽ നിന്ന് mRNAയിലേക്ക് പോയി mRNAയിൽ നിന്ന് പ്രോട്ടീൻ്റെ രൂപത്തിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രോട്ടീനാണ് ഫൈനൽ ജീൻ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫർദർ ജീൻ പ്രോഡക്റ്റ് ഇല്ല. അപ്പോൾ DNA-യിലുള്ള ഇൻഫർമേഷൻ പ്രോട്ടീൻ ആകുന്നത് വരെയുള്ള പ്രോസസ്സുകൾ മാത്രമേ നമ്മൾ പഠിക്കാനുള്ളൂ. ഇപ്പം നമ്മൾ പഠിക്കുന്നത് നമ്മുടെ ഒരു ജീൻ എക്സ്പ്രഷനിലെ ഏറ്റവും അവസാനത്തെ പ്രോഡക്റ്റിനെ കുറിച്ചാണ്. ഓക്കെ, ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു DNA-യിലുള്ള ഇൻഫർമേഷൻ mRNAയുടെ രൂപത്തിലേക്ക് മാറ്റപ്പെടുന്നുണ്ട്. ആ പ്രോസസ്സിന് എന്താ പറയുക? യെസ്,
transcription, isn't it? After the transcription, what will happen? Translation will happen. Now let's study about translation. What is meant by translation? Yes, it is a process of production of protein from mRNA template. mRNA template il ninnu protein produce cheyuna process aanu translation ennu parayunnathu, and it is the last step in the central dogma of molecular biology. Central dogma of molecular biology യുടെ ഏറ്റവും അവസാനത്തെ സ്റ്റെപ്പ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് ട്രാൻസ്ലേഷൻ പ്രോസസ്സിനാണ്. അതായത് നമ്മുടെ ഒരു ജീനിൻ്റെ എൻഡ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? പ്രോട്ടീനാണ്. പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്ത് അതിലൂടെയാണ് ഒരു മെറ്റബോളിക് ആക്ടിവിറ്റിയോ അല്ലെങ്കിൽ ഒരു ട്രേറ്റോ കൺട്രോൾ ചെയ്യുന്നത്, അല്ലേ? ഇവിടെ അപ്പോൾ എൻഡ് പ്രോഡക്റ്റ് എങ്ങനെ ഫോം ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. mRNAയിൽ നിന്ന് എങ്ങനെയാണ് ഒരു പ്രോട്ടീൻ ഉണ്ടാക്കിയെടുക്കുന്നതെന്നാണ് നമ്മൾ ഇതിൽ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ഷാൽ വി സ്റ്റഡി? Okay. During the formation of a protein from an mRNA, 3 main steps are involved. They are initiation, elongation and termination. Which are the steps that is involving in the process of transcription? Yes, initiation, elongation and termination. During the first step of transcription process, the amino acid which is present in the amino acid pool get activated by combining with an enzyme in the presence of ATP. It may result in the formation of an activated amino acid. So what will happen during the first step? Yes, amino acid present in the amino acid pool will combine with the enzyme in the presence of ATP and will change into an activated form. Okay, now we can see an activated amino acid in that area. Okay, this activated amino acid will combine with the tRNA molecule, which result in the formation of charged tRNA or amino acid tRNA. Okay, അതായത് ഈ ആക്ടിവേറ്റഡ് അമിനോ ആസിഡ് ടി ആർ എൻ എയുമായിട്ട് ബൈൻഡ് ചെയ്തിട്ട് ടി ആർ എൻ എ ചാർജ്ഡ് ആവും. ടി ആർ എൻ ആയിട്ട് ബൈൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളതിനെ പറയാം, ടി ആർ എൻ എ വിളിക്കുന്ന പേരാണ് ചാർജ്ഡ് ടി ആർ എൻ എ അല്ലെങ്കിൽ അമിനോ അസൈൽ ടി ആർ എൻ എ എന്ന് പറയാം. സോ വി ക്യാൻ കൺസിഡർ ദ ഫോർമേഷൻ ഓഫ് അമിനോ അസൈൽ ടി ആർ എൻ എ ആസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് ട്രാൻസ്ലേഷൻ പ്രോസസ്. അതായത് അമിനോ അസൈൽ ടി ആർ എൻ എ ഫോർമേഷനാണ് ട്രാൻസ്ലേഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. ദെൻ വാട്ട് വിൽ ഹാപ്പൻ? യെസ്, അതിനുശേഷം the smaller subunit of the ribosome will come towards the mRNA and it will bind to the corresponding codon, first codon of the mRNA. First codon will be what? AUG, isn't it? In every polypeptide chain, the first codon will be AUG codon. So here, during the time of a polypeptide chain, the smaller subunit of the ribosome will come towards mRNA and it will bind to the first codon of the mRNA. Okay, and this binding of the smaller subunit with the first codon is initiated with the help of certain factors known as initiation factor, and this complex is known as initiation complex. Initiation complex will form. After the formation of the initiation complex, what will happen? The charged tRNA, that means the amino acyl tRNA with the corresponding anticodon UAC, okay, corresponding anticodon UAC will bind to the codon of the mRNA. Okay, this is the next step. I'll tell you once more. After the formation of this initiation complex, the charged tRNA containing UAC anticodon will come and bind towards the mRNA. Okay, mRNA il vannu bind ചെയ്യും. mRNA il evide vannu bind ചെയ്യും? Yes, ഈ കോഡോണിൽ mRNA യുടെ കോഡോണിൽ വന്ന് ഈ tRNA യുടെ ആന്റികോഡോൺ ബൈൻഡ് ചെയ്യും. Okay, immediately after the binding of the charged tRNA with the first codon of the mRNA, a larger subunit of the ribosome will also join with this complex. You can see it here, isn't it? ഇവിടെ you can see it here. Here charged tRNA വന്ന് ഫസ്റ്റ് കോഡോണിൽ ബൈൻഡ് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ ഈ റൈബോസോമിൻ്റെ ലാർജർ സബ് യൂണിറ്റ് വന്നിട്ട് ഈ കോംപ്ലക്സിനോടൊപ്പം ചേരും. മനസ്സിലായോ? അതായത് റൈബോസോമിന് എപ്പോഴും ഒരു സ്മോളർ സബ് യൂണിറ്റും ഒരു ലാർജർ സബ് യൂണിറ്റും നമുക്ക് കാണാനായിട്ട് പറ്റും, അത് ഫംഗ്ഷനിലാവണമെങ്കിൽ. അപ്പോൾ റൈബോസോമിൻ്റെ ലാർജർ സബ് യൂണിറ്റിൻ്റെ ബൈൻഡിങ് ഈ കോംപ്ലക്സിനെ കൂടുതൽ ഫങ്ഷണലാക്കും. ഓക്കെ, അതായത് ഈ ഒരു റൈബോസോമിനെ ഫങ്ഷണലാക്കി പെപ്റ്റൈഡ് ബോണ്ട് ഫോം ചെയ്യാൻ സഹായിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ദിസ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് ദ first initiation step of the transcription process, not transcription, translation process. Okay, now let's study the changes which is going to happen during the elongation step. Okay, during the elongation step, the smaller subunit of the ribosome will move towards the second codon of the mRNA. Okay, now the smaller subunit of the ribosome is in the second codon of the mRNA, and immediately after this binding of smaller subunit with the second codon, another tRNA with the corresponding anticodon will bind to the second codon of the mRNA. Okay, immediately after the binding of the second tRNA in the second codon of the mRNA molecule, a functional ribosome, larger subunit of the functional ribosome will also join with this, and as a result of that, this ribosome become more functional, and this ribosome will facilitate the formation of
peptide bond between the first as well as second amino acid. Okay, hope you have understood. I will tell you once more. Here, during the time of elongation, the smaller subunit of the ribosome will come towards the second codon of the mRNA molecule. Okay, and immediately after this, the second tRNA carrying another amino acid will come and bind towards the corresponding codon of the or corresponding second codon. Okay, the binding of the larger subunit with this complex will make the ribosome more functional. This enables or this facilitates the bonding between the first and second amino acid. Here the peptide bond is formed between the carboxylic group of first amino acid and the amino group of the second amino acid. Okay. As elongation proceeds, more tRNA molecule with the corresponding amino acid can bind one by one to this elongated polypeptide chain. Okay. And this process will continue throughout the length of that particular coding sequence. അല്ലേ ആ കോഡിംഗ് സീക്വൻസിൻ്റെ അവസാനം വരെ ഈ തരത്തിലുള്ള അമിനോ ആസിഡ് അഡിഷനും പെപ്റ്റൈഡ് ബോണ്ട് ഫോർമേഷനും നടന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, ഇത് നടക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് കാറ്റലൈസ് ചെയ്യുന്ന ആരാണ്? റൈബോസോമൽ ആർഎൻഎയാണ്. ഓക്കെ, അതായത് ഇത് കാറ്റലൈസ് ചെയ്യുന്നത് ആരാണ്? റൈബോസോമാണ് കാറ്റലൈസ് ചെയ്യുന്നത്. അതായത് ഈ റൈബോസോമിൻ്റെ പ്രസൻസിലാണ് ഈ ബോണ്ട് ഇതിനിടയിൽ ഫോം ചെയ്യുന്നത്. അതിന് ബോണ്ട് ഫോം ചെയ്യണമെങ്കിൽ തന്നെ, അല്ലെങ്കിൽ ഈ ഒരു സിന്തസിസ് കറക്റ്റായിട്ട് നടക്കണമെങ്കിൽ ഈ റൈബോസോം ഇങ്ങനെ മൂവ് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നാൽ മാത്രമേ ഈ സിന്തസിസ് കറക്റ്റായിട്ട് നടക്കുള്ളൂ. വൈ? ബിക്കോസ് ദിസ് റിയാക്ഷൻ ഈസ് കാറ്റലൈസ്ഡ് ബൈ ദിസ് റൈബോസോം. ഓക്കെ, ഈ റൈബോസോമാണ് ഈ റിയാക്ഷനെ കാറ്റലൈസ് ചെയ്യുന്നത്. ഓക്കെ, hope you have understood. So at the end of the elongation process, we can see an elongated polypeptide chain with n number of amino acids. These are the changes that will happen during the elongation step. Since there is no specific amino acid for the last termination codon, when ribosome reaches that area, there won't be any tRNA to bind with that area. So what will happen? The polypeptide chain will released from that area with the help of certain factors known as releasing factors. This is the last stage, or this is the last termination stage of the transcription process. Okay, hope you have understood this well. Today we are going to study about the gene expression, regulation of gene expression in an organism. That means how can we regulate the expression of a particular gene. അതായത് ഒരു പെർട്ടിക്കുലർ ഇഫക്റ്റ് ആ ജീൻ ഉണ്ടാക്കുന്നതിൽ നിന്ന് ആ ജീനിനെ റെഗുലേറ്റ് ചെയ്യണമെങ്കിൽ, നിയന്ത്രിക്കണമെങ്കിൽ അതെങ്ങനെ നിയന്ത്രിക്കാൻ പറ്റും? പല രീതിയിൽ നിയന്ത്രിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എങ്ങനെയെല്ലാം ഒരു ജീനിനെ അതിൻ്റെ പെർട്ടിക്കുലർ ട്രേറ്റ് കാണിക്കുന്നതിൽ നിന്നും കൺട്രോൾ ചെയ്യാം എന്നുള്ളതാണ്, റെഗുലേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, വി ക്യാൻ കൺട്രോൾ ദ എക്സ്പ്രഷൻ ഓഫ് എ പെർട്ടിക്കുലർ ട്രേറ്റ് ഇൻ 4 main ways. That means we can control the expression of a particular trait either at the transcriptional level, അതല്ലെങ്കിൽ we can control it during the processing level, അതല്ലെങ്കിൽ we can control it when that primary transcript or mRNA transfer from the nucleus to the cytoplasm. That means during the transfer of the mRNA from the nucleus to the cytoplasm, that time we can control the expression of that particular trait. Then last, translational, during the time of translation also we can control the particular trait. In 1961, Francois Jacob and Jacques Monod proposed a mechanism of gene expression in E. coli. This mechanism is known as operon concept. What is meant by operon concept? Operon concept states that every metabolic reaction is under the control of a group of genes. These group of genes are known as operon. Okay. Actually, they proposed this concept on the basis of the studies which they conducted in E. coli bacteria. During their studies, they allow the E. coli bacteria to grow in a culture medium containing lactose. So normally what will happen, if E. coli is inside the lactose medium, normally the E. coli will produce the enzyme which is necessary for the breakdown of the lactose into glucose and galactose. They have found that E. coli which grow in the lactose medium have the ability to produce enzymes necessary for the breakdown of lactose. But when they allow the E. coli to grow in a culture medium without lactose, that bacteria were not able to produce the necessary enzymes, which is the necessary enzyme for the breakdown of the lactose into glucose and galactose. Okay, here from their experiment you might have understood one thing, that in the presence of lactose medium, the E. coli bacteria is capable of producing enzyme which is necessary for the breakdown of lactose into glucose and galactose. But when the bacteria are reared in a culture medium without lactose, the bacteria were not able to produce enzyme which are necessary for the breakdown of the lactose into glucose and galactose.
Based on these two observations of their experiment, they have forwarded a concept that is known as operon concept. Here, in the case of E. coli, the lactose metabolism in E. coli is under the control of a specific set of genes that is known as lac operon. Okay, a typical operon may have two sets of genes, one set of structural genes and other set of control genes. Okay, the structural genes are the genes which are capable of producing the enzyme necessary for that particular metabolism. Okay, but control genes are the genes that can control the effect of that particular structural gene. Structural gene effectനെ കൺട്രോൾ ചെയ്യുന്ന ജീൻസ് ആണ് ഇതുമായിട്ട് കൂടിച്ചേർന്ന് കാണുന്ന സ്ട്രക്ചറൽ ജീൻസുമായിട്ട് കൂടിച്ചേർന്ന് കാണുന്ന കൺട്രോൾ ജീൻസ് എന്ന് പറയുന്നത്. ഓക്കെ, കൺട്രോൾ ജീൻസ് പ്രധാനമായും 3 വിധമാണുള്ളത് that we will study. Anyway, generally a typical operon may have 2 parts, a structural gene part and another one is a control gene part. ഇവിടെ ലാക് ഒപ്പറോണിൻ്റെ കേസിൽ ബാക്കിയുള്ള ഒപ്പറോൺ പോലെ തന്നെയാണ് അവർ പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ 2 sets of genes will be there. The first set of gene is known as structural gene, the other will be the control genes. This is a typical example of lactose operon, and this lac operon consists of 2 main regions. That first set is known as what? Control genes, and the second set is known as the structural gene. Here control genes are of 3 types. Okay, regulator gene, promoter gene and operator genes. And how many kinds of control genes are there in the lactose operon? Okay, regulator gene, promoter gene and operator gene. Here in the case of structural gene, we can see 3 kinds of structural gene, gene Z, gene Y and gene A. In the absence of lactose, what is going to happen in the expression of this gene? Let us study. Okay, here if E. coli is growing in a medium without lactose, what will happen? The regulator gene will produce a mRNA. This mRNA will produce a protein known as repressor protein. That means this regulator gene will produce a repressor protein, and this repressor protein will bind to the operator region. Okay, so what will happen when this repressor protein bind to the operator region? The RNA polymerase enzyme cannot bind to the RNA polymerase enzyme will fail to bind to the promoter region. If it fails to bind to the promoter region, is it possible for the transcription process? No, it is not possible for the transcription process, isn't it? So what will happen? These genes cannot be transcribed properly in the absence of this RNA polymerase enzyme. ഓക്കെ, ഇവിടെ ഈ സ്ട്രക്ചറൽ ജീൻസ് ട്രാൻസ്ക്രൈബ് ചെയ്യപ്പെടാത്തത് എന്തുകൊണ്ടാണ്? ഇവിടെ നിന്ന് വന്നുള്ള റെപ്രസർ പ്രോട്ടീൻ ഈ ഓപ്പറേറ്റർ റീജിയനെ ബൈൻഡ് ചെയ്ത് നിന്നു അല്ലേ, ഇവിടെ ഓപ്പറേറ്റർ റീജിയനെ ബ്ലോക്ക് ചെയ്ത് നിന്നു. അങ്ങനെ നിന്നപ്പോഴത്തേക്കും RNA പോളിമറേസ് എൻസൈമിന് പ്രൊമോട്ടർ റീജിയൻ ബൈൻഡ് ചെയ്യാൻ പറ്റാതെയായി. നമ്മൾ നേരത്തെ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് പഠിച്ചപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, അവിടെ പ്രൊമോട്ടർ റീജിയൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? യെസ്, ദിസ് ഈസ് എ റീജിയൻ വെയർ ദ RNA പോളിമറേസ് എൻസൈം വിൽ ബൈൻഡ് ടു സ്റ്റാർട്ട് ഇനിസിയേഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് RNA പോളിമറേസ് എൻസൈം ബൈൻഡ് ചെയ്യുന്ന റീജിയനാണ് പ്രൊമോട്ടർ റീജിയൻ. If it is not possible for the RNA polymerase enzyme to bind to the promoter region, then it is not possible for the transcription process. So here the transcription of these 3 structural genes is not possible because what? That area, that means that operator region is blocked with the help of the structural repressor protein produced from the regulator gene. ഓക്കെ, ഈ കോളി ബാക്ടീരിയ വളരുന്നത് ലാക്ടോസ് ഇല്ലാത്തൊരു മീഡിയത്തിലാണ്. ലാക്ടോസ് ഇല്ലാത്ത മീഡിയത്തിൽ വളർന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ലാക്ടോസ് ഡീഗ്രേഡ് ചെയ്യേണ്ട എൻസൈംസിൻ്റെ ആവശ്യം വരില്ല. അതുകൊണ്ട് തന്നെ ആ എൻസൈമിനെ കോഡ് ചെയ്യുന്ന ജീൻസിൻ്റെ ആക്ഷനെ സപ്രസ് ചെയ്യുന്നത് ആരാണ്? സപ്രസ് ചെയ്യാണ് ആര്? ഈ റെഗുലേറ്റർ ജീൻ. ഓക്കെ, റെഗുലേറ്റർ ജീൻ. Hope you have understood this. Now let us study what is going to happen in the expression of gene in the presence of the lactose molecule. Okay, that means if lactose is present in a medium, what will happen in the expression of that particular gene that we are going to study. Okay, here when E. coli is growing in a medium containing lactose, what will happen? This lactose molecule will get inside the body of the E. coli bacteria, and this lactose molecule, and inside the body of the E. coli bacteria, this lactose molecule will act as a inducer. Okay, and let's study what is going to happen at that time. Okay, normally I gene will produce a protein that is known as repressor protein, and this repressor protein will be produced even in the presence of lactose also. But due to the entry of lactose into the body of the E. coli, that area, that means the repressor protein become inactive. Okay, that means this lactose will act on the repressor protein, will bind on the repressor protein, and will prevent the repressor protein from binding to the operator region. Okay, hope you have understood. I'll tell you once more. Even in the presence of lactose in the growing medium, okay, the E. coli cells are capable of producing repressor protein, but this repressor protein will not be functional. Why? Because the lactose which was present in the lactose medium get inside the body of that
particular organism. After that, this lactose will act as a inducer to suppress the activity of the repressor protein. That means this lactose will bind to the repressor protein and will prevent the binding of this repressor protein towards the operator region. Repressor protein operator region വന്ന് ബൈൻഡ് ചെയ്യുന്നതിനെ തടയുന്നതാരാണ്? ഈ ലാക്ടോസ് മോളിക്യൂൾ ആണ്. If there is no repressor protein in the operator region, the RNA polymerase enzyme can easily join with the promoter region, can combine in the promoter region, and transcription will take place from that area onwards. That means the transcription will start from that area onwards due to the movement of the RNA polymerase enzyme. Hope you have understood. I'll tell you once more. Repressor protein ne lactose prevent ചെയ്ത് അവിടെ വെച്ചിരിക്കുകയാണ്. സോ അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ റീജിയൻ ഫ്രീ ആവുമ്പോൾ RNA polymerase enzyme will bind to the promoter region. After that, transcription will start from this region onwards. Okay, here you have to understand one thing, that during the time of transcription, the 3 mRNA molecule will be produced from the 3 structural genes. Here, the first structural gene is the Z gene, which code for beta galactosidase enzyme. That means this gene can produce beta galactosidase enzyme, and the Y gene can produce permease enzyme, and A gene can produce trans-acetylase enzyme. Here, beta galactosidase enzyme is necessary for the conversion of lactose into glucose as well as galactose. Okay, so this enzyme is responsible for the conversion of lactose into glucose as well as galactose. From this experiment, you have to understand one thing, that in the presence of the lactose, the gene which is involving in the production of enzymes will be active. Okay, will be active. That means here lactose will act as a inducer for the production of the enzyme which is necessary for the breakdown of lactose into glucose as well as galactose. ഇവിടെ ഈ പറയുന്ന ലാക്ടോസ് ആണ് ഒരു ഇൻഡ്യൂസർ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. മനസ്സിലായോ? ഈ ഇൻഡ്യൂസർ എന്ത് ചെയ്യാൻ ചെയ്യുന്നത്? ഈ ജീൻസിൻ്റെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഈ ജീൻസിൻ്റെ ആക്ടിവിറ്റിയെ കുറച്ചുകൂടി ഇൻഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, കുറച്ചുകൂടി ത്വരിതഗതിയിലാക്കുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും. ലാക്ടോസിൻ്റെ ആബ്സെൻസിൽ ലാക്ടോസിൻ്റെ ബ്രേക്ക് ഡൗണിന് ആവശ്യമായിട്ടുള്ള എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീനുകൾ ഓഫ് മോഡിലായിരുന്നു. ഇവിടെ ലാക്ടോസിൻ്റെ പ്രസൻസിൽ ലാക്ടോസിൻ്റെ ബ്രേക്ക് ഡൗണിന് ആവശ്യമായിട്ട് വേണ്ടുള്ള എൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീൻസ് എല്ലാം ഓൺ മോഡിലായിരുന്നു. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ജീൻസിലും രണ്ട് കണ്ടീഷനിലും സ്ട്രക്ചറൽ ജീൻസ് ഉണ്ടല്ലേ, ലാക്ടോസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ട്രക്ചറൽ ജീൻസ് ഉണ്ട്. പക്ഷേ ചില സിറ്റുവേഷൻസ് വരുമ്പോൾ അത് എക്സ്പ്രസ് ആവുകയാണ് അല്ലേ, ചില മോളിക്യൂൾസിൻ്റെ ഇഫക്റ്റ് കൊണ്ട് അത് എക്സ്പ്രസ് ആവുകയാണ്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരത്തിനുള്ളിൽ നടക്കുന്നത്. എങ്ങനെയെന്ന് വെച്ചാൽ എക്സ്റ്റേണലി ഏതെങ്കിലും വസ്തുക്കളുടെ ഒരു സപ്പോർട്ടോട് കൂടി, അല്ലെങ്കിൽ എക്സ്റ്റേണലി ഏതെങ്കിലും മോളിക്യൂൾസിൻ്റെ ഇഫക്റ്റ് കാരണം ചില ജീൻസിൻ്റെ എക്സ്പ്രഷൻ വേഗത്തിലാവുകയും ചില ജീൻസ് സപ്രസ്ഡ് കണ്ടീഷനിലേക്ക് പോകുകയും ചെയ്യാം. ഓക്കെ, അതായത് ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു എക്സ്റ്റേണൽ പാർട്ടിക്കിളിന് അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ കെമിക്കലിന്, ഒരു എക്സ്റ്റേണൽ ഏജൻറ്റിന് നമ്മുടെ ജീനിൻ്റെ പ്രവർത്തനത്തെ ഓൾട്ടർനേറ്റ് ചെയ്യാനായിട്ട് പറ്റും അല്ലേ. The first effort to identify the whole sequence of human genome was started in the year 1919 in USA, and it is started in USA as a combined venture of US Department of Energy as well as the National Institute of Health. Initially, only few countries were there in that program. Later, many other countries have joined into this program. China, Japan, France, Germany, these are some of the countries they joined this program after the formation. Okay, and they had a plan to complete this program by 2005, but it is completed just before that. But that means it is completed by the end of 2003. Initially, a few countries were there in this program. Later, many other countries also joined to this program. Now, this project is being coordinated by another agency known as Human Genome Organization. HGP has different wings. Each wing consists of a group of researchers, and they are there to handle the problem which may arise as a result of what this HGP യുടെ ഭാഗമായിട്ട് വരുന്ന പ്രശ്നങ്ങളെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട്, ആ പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ട് അവർക്ക് പല ബ്രാഞ്ചസ് ആണുള്ളത്. ആക്ച്വലി ബയോ ഇൻഫർമാറ്റിക്സ് ഈസ് ദ ബ്രാഞ്ച് ഓഫ് HGP. ദേ വിൽ കളക്ട് ഓൾ ദ റിക്വയർഡ് ഇൻഫർമേഷൻ ഫ്രം വേരിയസ് ഫീൽഡ്സ് of this HGP. That means the various research groups of this HGP. These data can be organized, analyzed, interpreted. After that, it is stored in the correct manner with the help of specialized computer programs. Okay. In addition to this bioinformatics, ALC is the another branch of this HGP which they will deal with. It include a group of scientists. They will deal with the ethical, social, legal issues which may arise as a part of this program. Remaining topics we will study in the next class. Hope you have understood the class. If you have any doubt, please contact me. Stay safe.